ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റേത് കൂട്ടായ്മയുടെ വിജയമെന്ന് MK മുനീർ. വടകരയിൽ LDF-ന്റെ തോൽവി വർഗീയ പ്രചാരണത്തിലുള്ള മറുപടിയാണ്. തൃശ്ശൂരിൽ BJP-യുടെ വിജയത്തിന് CPIM-ന്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. EP ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയെന്ന് CPIM വിശദീകരിക്കണം. വൻ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നണി വിപുലീകരണം ഉടൻ ഉണ്ടാകുമെന്നും MK മുനീർ 24-നോട്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയും കേരളത്തിൽ UDF-ഉം വലിയ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. നമുക്കൊപ്പം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MK മുനീർ ചേരുന്നുണ്ട്. ആർക്കാണ് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ്? ഇതൊരു കൂട്ടായ്മയുടെ ഫലമാണ്. ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്ത് ഒറ്റക്കെട്ടായി നിന്നു. കേരളത്തിൽ UDF എന്നും ഇല്ലാത്തത്ര ഐക്യത്തിൽ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. വടകരയിലെ ഈ വർഗീയ പ്രചരണങ്ങൾക്കുള്ള മധുരമായ മറുപടിയാണ് അവിടുത്തെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതൊന്നും ഞങ്ങളുടെ ഇടയിൽ വിലപ്പോവില്ല എന്ന് ജനങ്ങൾ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഗൗരവമായി കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെല്ലാം മറന്നുപോയൊരു കാര്യം, EP ജയരാജനെ ജാവദേക്കർ വന്ന് കണ്ടത് എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ആ പാർട്ടിയും പറഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ EP ജയരാജനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാനുള്ള കാരണത്തിൽ ഇടതുപക്ഷം വളരെ മുന്നിൽ നിൽക്കേണ്ട പല സ്ഥലങ്ങളും ഇല്ലേ, അവർക്ക് അങ്ങനെ വോട്ട് ചോർന്നിട്ട് അത് NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്നുള്ളതിനെക്കുറിച്ച് അവരാദ്യം മറുപടി പറയണ്ടേ. കോഴിക്കോട് നിന്ന് വൈശാഖിനൊപ്പം സമീർ C. മുഹമ്മദ്, 24.